നമുക്ക് നല്ലതെന്ന് തോന്നുന്നതും സൗകര്യമായി തോന്നുന്നതും എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടമാകണമെന്നില്ല. ആരംഭത്തിൽ തന്നെ നമ്മുടെ അവസാനവും അറിയാവുന്ന ദൈവം നമ്മുടെയും മറ്റുള്ളവരുടെയും നന്മയ്ക്കുതകുന്നത് മാത്രമേ ജീവിതത്തിൽ അനുവദിക്കൂ. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന എപ്പോഴും ദൈവഹിതം തിരിച്ചറിയുവാൻ വേണ്ടിയായിരിക്കണം. ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സർവശക്തനായ ദൈവം മനുഷ്യനുമായി ഉടമ്പടി ഉണ്ടാക്കുമ്പോൾ അതിൽ ദൈവത്തിൻ്റെ ഭാഗധേയവും മനുഷ്യൻ്റെ ഉത്തരവാദിത്വവും എത്രത്തോളമായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ദൈവം തന്നെ ഏറ്റെടുത്തു എന്ന് പറയുന്നതാകും ശരി. നാം അവിശ്വസ്തരായി തീർന്നാലും അവിടുന്ന് വിശ്വസ്തനായി പാർക്കുന്നു. അവിടുത്തെ സ്വഭാവം ത്യജിപ്പാൻ ദൈവത്തിന് കഴിയുകയില്ലല്ലോ എന്ന് വിശുദ്ധ പൗലോസ് ഓർമ്മിപ്പിക്കുന്നത് എത്ര വാസ്തവമാകുന്നു. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 18-ാം അധ്യായത്തിൻ്റെ 3 വരെയുള്ള വാക്യം. ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് തുരങ്കം വയ്ക്കുവാൻ മനുഷ്യൻ്റെ ഒരു തീരുമാനത്തിനും സാധിക്കില്ല. നമ്മുടെ അവിശ്വാസത്താൽ ദൈവാനുഗ്രഹം താമസിപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരാം. എന്നാൽ അതുമൂലം നഷ്ടം ദൈവത്തിനല്ല, നമുക്ക് തന്നെയാണ്. ദൈവം അബ്രഹാമിനും സാറായിക്കും നൽകിയ വാഗ്ദത്ത നിവർത്തിക്കായി അവർ കാത്തിരിക്കാതെ സ്വന്തം മാർഗത്തിലൂടെ തങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുവാൻ ശ്രമിച്ച് പരാജയപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി തകിടം മറിഞ്ഞില്ല. എന്നാൽ ലോകം മുഴുവൻ നൂറ്റാണ്ടുകളായി അതിൻ്റെ പരിണിത ഫലം, അതായത് അബ്രഹാമും സാറായും എടുത്ത തീരുമാനത്തിൻ്റെ പരിണിത ഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവമോ അബ്രഹാമുമായി ഒരു ഉടമ്പടി ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു അധ്യായമാണ് 17-ാം അധ്യായം. കാരണം ദൈവം അബ്രഹാമുമായി ഒരു ഉടമ്പടി ചെയ്യുകയും അബ്രഹാമിന് ഒരു മകനെ നൽകും എന്ന ആ വാഗ്ദത്തം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത് ഈ അധ്യായത്തിലാണ്. വാഗ്ദത്ത സന്തതി ഇസ്മായേൽ അല്ല എന്ന വസ്തുത ദൈവം അബ്രഹാമിനെ അറിയിക്കുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ 17-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിലെ താക്കോൽ അധ്യായമാണ്. ബൈബിളിൻ്റെ മൊത്തം താക്കോൽ അധ്യായമെന്ന് വേണമെങ്കിലും ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. നാം അതിൻ്റെ ആദ്യത്തെ 5 വാക്യങ്ങൾ വായിച്ച് പഠിച്ചു. ഇന്ന് 6 മുതലുള്ള വാക്യങ്ങൾ നോക്കാം. ഞാൻ 6ഉം 7ഉം വാക്യങ്ങൾ ആദ്യം വായിക്കട്ടെ. ഞാൻ നിന്നെ അധികമധികമായി വർദ്ധിപ്പിച്ച് അനേക ജാതികളാക്കും. നിന്നിൽ നിന്ന് രാജാക്കന്മാരും ഉത്ഭവിക്കും. ഞാൻ നിനക്കും നിൻ്റെ ശേഷം നിൻ്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്കും നിനക്കും നിൻ്റെ ശേഷം തലമുറ തലമുറയായി നിൻ്റെ സന്തതിക്കും മധ്യേ എൻ്റെ നിയമത്തെ നിത്യ നിയമമായി സ്ഥാപിക്കും. ദൈവം അബ്രഹാമുമായി ചെയ്യുന്ന നിയമം ഒരു നിത്യ നിയമമാണ്. അത് ഒരു നിത്യ നിയമമാണെങ്കിൽ ഇന്നും അത് നല്ലതും ബാധകവുമാണ്, അല്ലേ? തീർച്ചയായും ഇന്നും അത് അതുപോലെ തന്നെ പ്രാവർത്തികമാണ്. ദൈവം നമുക്ക് ക്രിസ്തുവിലൂടെ നിത്യജീവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ദൈവം ചെയ്തതായ ഒരു നിയമമാണ്, അതൊരു ഉടമ്പടി. എന്നാൽ അത് നമ്മുടേതായി തീരണമെങ്കിൽ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുകയും ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്യണം. ദൈവം അബ്രഹാമുമായി ചെയ്ത ഈ നിയമം നിവർത്തിക്കുവാൻ പോകുന്നില്ലെങ്കിൽ നിങ്ങളുടെ കാര്യവും സംശയമാണ്. കാരണം അതിൻ്റെ തുടർച്ചയാണ് നമ്മോടുള്ള നിയമം. അവിടുന്ന് അബ്രഹാമിനോട് ചെയ്ത നിയമവും നമ്മോട് ചെയ്ത നിയമവും നിവർത്തിക്കും എന്നതിനൊരു സംശയവുമില്ല. 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ നിനക്കും നിൻ്റെ ശേഷം നിൻ്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കനാൻ ദേശമൊക്കെയും ശാശ്വതാവകാശമായി തരും. ഞാൻ അവർക്ക് ദൈവമായിരിക്കും.
താൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ദൈവം അബ്രഹാമിനോട് മുൻകൂട്ടി പറയുന്നു. ദൈവം പറയുന്നു, ഞാൻ ചെയ്യും, ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിക്കും, ഞാൻ നിന്നിൽ നിന്നും ജാതികളെ പുറപ്പെടുവിക്കും, ഞാൻ എനിക്കും നിനക്കും നിൻ്റെ ശേഷം തലമുറയായി നിൻ്റെ സന്തതിക്കും മധ്യേ എൻ്റെ നിയമത്തെ സ്ഥാപിക്കും, ഞാൻ നിനക്കും നിൻ്റെ ശേഷം നിൻ്റെ സന്തതിക്കും നീ അധിവസിക്കുന്ന ദേശമായ കനാൻ ദേശമൊക്കെയും ശാശ്വതാവകാശമായി തരുമെന്ന്. ദൈവം ഈ ജനവുമായി ഒരു നിയമം ചെയ്തു. അതായത് അതൊരു ശാശ്വത നിയമമായിരുന്നു, മാറ്റമില്ലാത്ത നിയമം. അതുകൊണ്ട് തന്നെ അത് എളുപ്പം ലംഘിക്കുവാൻ സാധിക്കുന്നതല്ല. മാത്രമല്ല, ഈ നിയമത്തിൻ്റെ കാലാവധി തീർന്നു പോകുന്നതുമല്ല. ദൈവം അതവർക്ക് 99 വർഷം പാട്ടത്തിന് കൊടുത്തതല്ല. അതൊരു ശാശ്വത അവകാശമായി ദൈവം അവർക്ക് നൽകിയതാണ്. ദൈവം എത്ര കരുതലുള്ളവനാണ്. 3 കാലങ്ങളിലാണ് ഈ എബ്രായർ ആ സ്ഥലം കൈവശമാക്കിയിരുന്നത്. എന്നാൽ പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ അവർ അത് ചില വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കൈവശപ്പെടുത്തുകയുള്ളൂ എന്നതാണ്. അവർ ദൈവകൽപ്പന ലംഘിച്ച് അവനിൽ നിന്ന് അകന്നുപോയപ്പോൾ 3 വട്ടം അവർക്ക് ദൈവം അവകാശമായി കൊടുത്ത ദേശത്ത് നിന്നും അവർ പലായനം ചെയ്യേണ്ടി വന്നു. ഒന്നാമതായി ദൈവം അവരെ മിസ്രൈം ദേശത്തേക്ക് അയച്ചു. യാക്കോബ് തൻ്റെ കുടുംബത്തിലെ 70 പേരുമായി അങ്ങോട്ട് പോയെങ്കിൽ ഇസ്രായേൽ ജനത അവിടെ നിന്നും പുറപ്പെട്ടു പോകുമ്പോൾ 1.5 ദശലക്ഷം ജനങ്ങളുണ്ടായിരുന്നു. ഏതാണ്ട് 20 ലക്ഷത്തോളം ആളുകളുണ്ടായിരുന്നു. വീണ്ടും അവർ അന്യ ദൈവങ്ങളെ ആരാധിക്കുന്ന തെറ്റിലേക്ക് പോകുകയും ദൈവത്തെ സാക്ഷീകരിക്കാതിരിക്കുകയും ചെയ്തതിനാൽ ദൈവം അവരെ ബാബിലോന്യ പ്രവാസത്തിലേക്ക് അയച്ചു. അവർ തങ്ങളുടെ മശിഹായെ തള്ളിക്കളഞ്ഞതിന് ശേഷം അവർ വീണ്ടും അവരുടെ ദേശത്തിൽ നിന്നും AD 70 പുറത്താക്കപ്പെട്ടു. അതിനുശേഷം അവർ ഒരിക്കലും ഒരു ജനതയായി പൂർണ്ണമായി ആ ദേശത്തിലേക്ക് തിരികെ വന്നിട്ടില്ല. 3 പ്രാവശ്യം അവരെ ദേശത്തു നിന്നും പുറത്താക്കുമെന്നും 3 പ്രാവശ്യം അവർ തിരികെ മടങ്ങി വരുമെന്നും ദൈവം മുന്നമേ അരുളി ചെയ്തിരുന്നു. അവർ 2 പ്രാവശ്യം തിരികെ വന്നു കഴിഞ്ഞു. അവർ ഇപ്പോൾ ആ ദേശത്തായിരിക്കുന്നത് ഒരു പ്രവചന നിവൃത്തിയായിട്ടല്ല എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. ഇപ്പോൾ ആ ദേശത്ത് പാർക്കുന്ന യഹൂദന്മാരെക്കാൾ കൂടുതൽ പേർ ഇന്ന് ആ ദേശത്തിന് വെളിയിൽ പാർക്കുന്നുണ്ട്. അവരെല്ലാം കൂടി വന്നു കഴിയുമ്പോൾ അവിടെ നിന്നും ഒരിക്കലും പിന്നെ അവർക്ക് വെളിയിൽ പോകേണ്ടി വരില്ല. ദൈവം അവരെ കൂട്ടിച്ചേർത്ത് ദേശത്തേക്ക് തിരികെ കൊണ്ടുവരുമ്പോൾ ക്രിസ്തുവിൻ്റെ സഹസ്രാബ്ദ വാഴ്ച ആരംഭിക്കും. 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് ദൈവം പിന്നെയും അബ്രഹാമിനോട് അരുളി ചെയ്തത്, നീയും നിൻ്റെ ശേഷം തലമുറയായി നിൻ്റെ സന്തതിയും എൻ്റെ നിയമം പ്രമാണിക്കണം. എനിക്കും നിങ്ങൾക്കും നിൻ്റെ ശേഷം നിൻ്റെ സന്തതിക്കും മധ്യേയുള്ളതും നിങ്ങൾ പ്രമാണിക്കേണ്ടതുമായ എൻ്റെ നിയമമാവിത്. നിങ്ങളിൽ പുരുഷപ്രജയൊക്കെയും പരിച്ഛേദന ഏൽക്കണം. നിങ്ങളുടെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം. അത് എനിക്കും നിങ്ങൾക്കും മധ്യേയുള്ള നിയമത്തിൻ്റെ അടയാളമാകും. പരിച്ഛേദന എന്നത് ദൈവം അവരോട് ചെയ്ത നിയമത്തിൻ്റെ മുദ്ര അല്ലെങ്കിൽ അടയാളമാകും. യഹൂദന്മാർ പരിച്ഛേദന ചെയ്തതുകൊണ്ട് നിയമത്തിൻ്റെ ഭാഗമാകുകയല്ല, മറിച്ച് അവർക്ക് ദൈവവുമായി ഒരു ഉടമ്പടി ഉണ്ടായിരുന്നതിനാലാണ് അവർ പരിച്ഛേദന ചെയ്തത്. ഇന്നൊരു ക്രിസ്തു വിശ്വാസിയുടെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾക്കുള്ള അതേ സ്ഥാനമാണ് പരിച്ഛേദനയ്ക്ക് ഒരു യഹൂദനിലുള്ളത്. നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് രക്ഷിക്കപ്പെടുവാനല്ല, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഈ പറയുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്. ഈ പറഞ്ഞത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ പഠനത്തിനായി വീട്ടിൽ നിന്നും ദൂരെ പോയി. ഞാൻ പല തെറ്റുകളിലും ചെന്ന് ചാടാതിരുന്നത് എൻ്റെ പിതാവിനെക്കുറിച്ചുള്ള ചിന്ത ഒന്നുകൊണ്ട് മാത്രമാണ്. ഞാൻ എന്നോട് തന്നെ പറയുമായിരുന്നു, ഞാൻ ഇന്നാരുടെ മകനായിരിക്കുന്നതിനാൽ ഞാൻ ഇത് ചെയ്യുകയില്ല, അതിൽ പ്രവേശിക്കുകയില്ല, അവിടെ പോകുകയില്ല എന്നൊക്കെ. അതായത് എൻ്റെ പിതാവിനെക്കുറിച്ച് ഓർത്തപ്പോൾ ഞാൻ പലതിൽ നിന്നും ഒഴിഞ്ഞു നിന്നു. ഇനിയും ഞാൻ ചില കാര്യങ്ങൾ ചെയ്യാതിരുന്നതിനാലാണ് അദ്ദേഹത്തിൻ്റെ മകനായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല, ആണോ?
ഞാൻ എൻ്റെ പിതാവിൻ്റെ മകനായി കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ എൻ്റെ പിതാവിൻ്റെ മകനായിരിക്കുന്നതിനാൽ ഞാൻ ചിലതൊക്കെ ചെയ്യുന്നില്ല, ചിലതൊക്കെ ചെയ്യും എന്നാണ് അതിനെ കാണേണ്ടത്. പരിച്ഛേദന ദൈവം നൽകിയ നിയമത്തിൻ്റെ അടയാളമാകും. അവരെ നിയമത്തിന് കീഴിലാക്കി തീർത്തത് പരിച്ഛേദനയല്ലായിരുന്നു, എന്നാൽ പരിച്ഛേദന അതിൻ്റെ അടയാളമായിരുന്നു. അല്ലെങ്കിൽ അവർ ആ നിയമത്തിൻ്റെ കീഴിലാണ് എന്നതിൻ്റെ തെളിവ്. 12-ാം വാക്യത്തിൽ കാണുന്നത്, തലമുറ തലമുറയായി നിങ്ങളിൽ പുരുഷ പ്രജയൊക്കെയും 8 ദിവസം പ്രായമാകുമ്പോൾ പരിച്ഛേദന ഏൽക്കണം. വീട്ടിൽ ജനിച്ച ദാസനായാലും നിന്റെ സന്തതിയല്ലാത്തവനായി അന്യനോട് വിലയ്ക്ക് വാങ്ങിയവനായാലും ശരി. ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള രേഖകൾ എത്ര സൂക്ഷ്മതയുള്ളവയാകുന്നുവെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ചെറിയ ശിശുവിൻ്റെ ജനനവുമായുള്ള ബന്ധത്തിൽ സകല നിയമങ്ങളും നിറവേറ്റപ്പെട്ടു. അവൻ അബ്രഹാമിൻ്റെ മകനായിരിക്കണമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ദാവീദിൻ്റെ മകനുമാണ്. അവൻ ആ വംശത്തിൽ തന്നെ വന്നു. 8-ാം നാളിൽ അവനെ പരിച്ഛേദന കഴിച്ചു. ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ വിശുദ്ധ പൗലോസ് പറഞ്ഞത് അവൻ ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചു എന്നത്രേ. 13-ാം വാക്യത്തിൽ നാം കാണുന്നത്, നിന്റെ വീട്ടിൽ ജനിച്ച ദാസനും നീ വില കൊടുത്തു വാങ്ങിയവനും പരിച്ഛേദന ഏറ്റേ കഴിയൂ. എൻ്റെ നിയമം നിങ്ങളുടെ ദേഹത്തിൽ നിത്യ നിയമമായിരിക്കണം. വീണ്ടും പരിച്ഛേദന ഉടമ്പടിയുടെ അടയാളമാണ് എന്ന് പറയുന്നു. ഉടമ്പടി ലഭിക്കേണ്ടതിനായി അവർ ഇത് ചെയ്യേണ്ടതില്ല. ദൈവം അവരോട് ഉടമ്പടി ചെയ്ത് കഴിഞ്ഞിരുന്നു. ഒരു വലിയ പങ്ക് ആളുകളും വിശ്വസിക്കുന്നത് തങ്ങൾ മതം മാറിയത് കൊണ്ടോ ഏതെങ്കിലും സഭ മാറിയത് കൊണ്ടോ സ്നാനപ്പെട്ടത് കൊണ്ടോ ആത്മരക്ഷ പ്രാപിച്ചു എന്നാണ്. ഒന്ന് മനസ്സിലാക്കൂ സുഹൃത്തെ, ആത്മരക്ഷ പ്രാപിക്കുവാനല്ല നാം ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിച്ചുവെങ്കിൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് എന്നുള്ള വ്യക്തത നിങ്ങൾക്കുണ്ടാകും. പിന്നെ ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയല്ല നിങ്ങളിത് ചെയ്യുന്നത്. 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അഗ്രചർമ്മിയായ പുരുഷപ്രജയെ പരിച്ഛേദന ഏൽക്കാതിരുന്നാൽ ജനത്തിൽ നിന്ന് ഛേദിച്ച് കളയണം. അവൻ എൻ്റെ നിയമം ലംഘിച്ചിരിക്കുന്നു. ആരെങ്കിലും ഇത് അംഗീകരിച്ചിട്ടില്ല എന്നത് ഈ നിയമത്തിൻ്റെ സാധുത തള്ളിക്കളയുന്നു എന്ന് ചിന്തിക്കരുത്. അവർ മിസ്രൈമിൽ നിന്നും പുറപ്പെട്ടു വരുമ്പോൾ വാസ്തവത്തിൽ അവർ ആരും ഇതനുസരിച്ചിരുന്നില്ലല്ലോ. ആരെങ്കിലും അനുസരണക്കേട് കാണിച്ചാൽ അത് ആ വ്യക്തിയെ മാത്രം തള്ളിക്കളയുവാനിടയാക്കും. അതായത് ഒരു വ്യക്തിക്കോ സമൂഹത്തിനോ ദൈവം അബ്രഹാമിനോടും അവൻ്റെ സന്തതിയോടും ചെയ്ത നിയമത്തെ നശിപ്പിക്കുവാൻ കഴിയുകയില്ല. ഇതൊരു ശാശ്വത നിയമമാകും. നിയമം ലംഘിച്ചവനെ തള്ളിക്കളയും, എന്നാൽ നിയമം നിലനിൽക്കും. അതാണ് കാര്യത്തിൻ്റെ ചുരുക്കം. 15-ാം വാക്യത്തിൽ കാണുന്നത്, ദൈവം പിന്നെയും അബ്രഹാമിനോട് നിൻ്റെ ഭാര്യയായ സാറായിയെ സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേർ സാറ എന്ന് ഇരിക്കണം. അവളുടെ പേർ സാറായി എന്നായിരുന്നു, ഇപ്പോഴത് സാറ എന്ന് മാറ്റി. 16-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഞാൻ അവളെ അനുഗ്രഹിച്ച് അവളിൽ നിന്ന് നിനക്കൊരു മകനെ തരും. ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അവൾ ജാതികൾക്ക് മാതാവായിത്തീരുകയും ജാതികളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്തു. അബ്രഹാം വല്യപ്പച്ചൻ ജാതികളുടെ പിതാവാകുമെങ്കിൽ സാറ ജാതികളുടെ മാതാവാകുമെന്നതിന് സംശയമില്ലല്ലോ. 17-ാം വാക്യത്തിൽ നാം കാണുന്നത്, അപ്പോൾ അബ്രഹാം കവിണ് വീണ് ചിരിച്ചു. 100 വയസ്സുള്ളവന് മകൻ ജനിക്കുമോ? 90 വയസ്സുള്ള സാറ പ്രസവിക്കുമോ എന്ന് തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു. വല്യപ്പച്ചൻ കവിണ് വീണ് ചിരിച്ചു. അത് അവിശ്വാസത്തിൻ്റെ ചിരിയല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് സംഭവിക്കുന്നതിലുള്ള സന്തോഷം കൊണ്ട് അബ്രഹാം ചിരിച്ചു പോയതായിരിക്കും. നിങ്ങൾക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായി കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മിക്കപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ വളരെ അത്ഭുതകരമായ ചിലത് ദൈവം ചെയ്യുന്നു. നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്തതും സ്വപ്നത്തിൽ പോലും കാണാത്തതുമായ നല്ലതും അത്ഭുതകരവുമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നാം ചിരിച്ചു പോയിട്ടില്ലേ? കഷ്ടപ്പെട്ട് കൂലിവേലയെടുത്ത് ബുദ്ധിമുട്ടി എങ്ങും ചെന്നെത്തുവാൻ സാധിക്കയില്ല എന്നൊക്കെ ചിന്തിച്ച് മക്കളെ പഠിപ്പിച്ച് ഇന്ന് അവരായിരിക്കുന്ന ആ വലിയ അവസ്ഥയെക്കുറിച്ച് ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ അവരായിരിക്കുന്ന ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ ചിരിക്കാനല്ലാതെ എന്ത് ചെയ്യാൻ സാധിക്കും? അത് ആനന്ദത്തിൻ്റെയും അത്ഭുതത്തിൻ്റെയും ചിരിയാണ്. ഒരിക്കലും കേട്ടിട്ടില്ലാത്തൊരു കാര്യമാണ് അവരുടെ ജീവിതത്തിൽ നടന്നത്.
മാനുഷികമായ 2 തടസ്സങ്ങളാണ് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ ശക്തിയാൽ നീങ്ങിപ്പോയത്. സാറായുടെ ഗർഭത്തിൻ്റെ നിർജീവത്വവും അബ്രഹാമിൻ്റെ മഹാവാർദ്ധക്യവും. വിശുദ്ധ പൗലോസ് ഇത് വിവരിച്ചിരിക്കുന്നത് ശ്രദ്ധേയമാണ്. റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണാം. എന്നാൽ എല്ലാ പ്രതിബന്ധങ്ങൾക്കും ഉപരി അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവത്തിൻ്റെ അത്ഭുതത്തിലും നന്മയിലും അബ്രഹാം പൂർണ്ണമായി ആമഗ്നനായി. എന്നാൽ പെട്ടെന്ന് അസ്ത്രം പോലൊരു ചിന്ത അബ്രഹാമിൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നു. അവൻ തൻ്റേതായ ആ ചെറിയ കുട്ടിയെക്കുറിച്ച് ചിന്തിക്കുന്നു, ഇസ്മായിൽ. ഈ വാഗ്ദത്തമൊക്കെ നല്ലതാണ്, പക്ഷേ തൻ്റെ സ്വന്തം രക്തത്തിൽ പിറന്ന ആ കുട്ടിയെ മറക്കുവാൻ അബ്രഹാമിന് സാധിക്കുന്നില്ല. 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഇസ്മായേൽ നിൻ്റെ മുൻപാകെ ജീവിച്ചിരുന്നാൽ മതി എന്ന് അബ്രഹാം ദൈവത്തോട് പറഞ്ഞു. ഈ ചെറിയ കുട്ടി, അവൻ്റെ വീട്ടിൽ വളർന്നു വരുന്ന ആ കുഞ്ഞ് അബ്രഹാം ഇസ്മായേലിനോട് അടുത്തുപോയി. അത് സ്വാഭാവികമാണ്. വാർദ്ധക്യത്തിലുണ്ടായ മകനോട് പ്രത്യേക വാത്സല്യം തോന്നുന്നത് സ്വാഭാവികമാണ്. അബ്രഹാം അവനെ വീട്ടിൽ നിന്നും പറഞ്ഞയക്കുമ്പോൾ അവന് 14 വയസ്സുണ്ടായിരുന്നുവെന്നാണ് ബൈബിൾ പറയുന്നത്. അതിനുശേഷം അബ്രഹാം അവനെ ഒരിക്കൽ പോലും കണ്ടിരിക്കില്ല എന്നത്രേ ഞാൻ ചിന്തിക്കുന്നത്. നിങ്ങൾ ഇസ്മായിലിനെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നെനിക്കറിയില്ല. എന്നാൽ അവൻ അബ്രഹാമിൻ്റെ മകനായിരുന്നു. അബ്രഹാം തൻ്റെ മകനെ സ്നേഹിക്കുകയും ചെയ്തിരുന്നു. അവനെ പറഞ്ഞു വിടുക എന്നുള്ളത് അബ്രഹാമിൻ്റെ ഹൃദയം തകർക്കുന്ന കാര്യമായിരുന്നു. ഞാൻ ചിന്തിക്കുന്നത് അബ്രഹാം അനേകം പ്രാവശ്യം ഇങ്ങനെ ചിന്തിച്ച് കാണും, ഹാഗാറിനെ സ്വീകരിച്ചതിലൂടെ ഞാനൊരു വലിയ തെറ്റാണല്ലോ ചെയ്തത്. ഒരു കാര്യം മറക്കരുത്, ആ പാപം അവനെ മാത്രം ശല്യപ്പെടുത്തിയ ഒന്നായിരുന്നില്ല. ഇതെൻ്റെ കാര്യം, എൻ്റെ വീട്ടിലെ കാര്യം, മറ്റാരും ഇതിലിടപെടേണ്ട, ആർക്കും ഇതിലൊരു ഛേദവുമില്ലെന്ന് നാം ചെയ്യുന്ന ഒരു പാപത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. കള്ളും കുടിച്ചു വഴിയെ ചീത്തയും പറഞ്ഞു വരുന്ന ആളോട് എന്തിനിങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, നിനക്കെന്താ കാര്യം, എൻ്റെ പൈസ കൊടുത്ത് ഞാൻ വാങ്ങിയത് എൻ്റെ വയറ്റിൽ കിടക്കുന്നു, നിനക്കെന്നാ നഷ്ടം എന്ന് ചോദിക്കുന്നത് പോലെയാണ് ഈ അബ്രഹാമിൻ്റെ അനുഭവം. ആരംഭം മുതൽ തന്നെ അബ്രഹാം പാപം ചെയ്തതിനാൽ ആ ദേശത്ത് പ്രശ്നമായി. പാപം ഒരു ചെറിയ കാര്യമാണെന്നും അതങ്ങ് കണ്ണടച്ച് വിടാമെന്നും നിങ്ങൾ എന്നോട് പറയരുതേ. ഗലാത്യ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞു, വഞ്ചനപ്പെടാതിരിപ്പീൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. താൻ വിതയ്ക്കുന്നതിനോട് സമമായത് എന്തെങ്കിലും കൊയ്യുമെന്നല്ല, താൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്നാണ്. അതും പല മടങ്ങ് കൊയ്യുമെന്നതാണ് വാസ്തവം. ഒരു വിത്തിട്ടാൽ 1 100 നാം കൊയ്യുവാൻ ആഗ്രഹിക്കുന്നത്. ഇതാ ഇവിടെ അബ്രഹാം കൊയ്യുന്നു. ഇസ്മായേൽ നിൻ്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതി എന്ന് ഹൃദയം പൊട്ടി അവൻ കരയുകയാണ്. 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അതിന് ദൈവം അരുളി ചെയ്തത്, അല്ല, നിൻ്റെ ഭാര്യയായ സാറ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും. നീ അവന് ഇസ്ഹാക്ക് എന്ന് പേരിടണം. ഞാൻ അവനോടും അവൻ്റെ ശേഷം അവൻ്റെ സന്തതിയോടും എൻ്റെ നിയമത്തെ നിത്യനിയമമായി ഉറപ്പിക്കും. വേറെ വിധത്തിൽ പറഞ്ഞാൽ ദൈവം പറയുന്നത്, ഇല്ല, ഞാൻ ഇസ്മായേലിനെ അംഗീകരിക്കില്ല, ആ തെറ്റ് നീ ചെയ്തു. ബൈബിളിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നതിനാൽ ബൈബിളിൽ ബഹുഭാര്യത്വം അംഗീകരിക്കുന്നു എന്ന് അർത്ഥമില്ല. ബൈബിളിലെങ്ങും അത് ദൈവം അംഗീകരിക്കുന്നതായി എനിക്ക് കാണുവാനേ കഴിയുന്നില്ല. ഇസ്മായേലിൻ്റെ അവകാശത്തെക്കുറിച്ച് കൂടി ഈ അധ്യായത്തിൽ 20-21 വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. ദൈവം താൻ നൽകിയ വാഗ്ദത്തത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഈ കാര്യത്തിൽ ദൈവത്തെ തടയുവാനോ ദൈവത്തിൻ്റെ തീരുമാനം മാറ്റാൻ അവനെ സ്വാധീനിക്കുവാനോ ആർക്കും സാധിക്കില്ല. താൻ ചെയ്യുമെന്ന് അരുളി ചെയ്ത അതേ കാര്യം തന്നെ ദൈവം ചെയ്യുവാൻ പോകുന്നു. ഇപ്പോൾ ദൈവം അബ്രഹാമിനോട് സംസാരിക്കുന്നത് കേട്ടാൽ തോന്നും ഇസ്ഹാക്ക് ജനിച്ചു എന്നില്ലേ. അവൻ അവരോട് കൂടെ ഇപ്പോൾ ഉണ്ടെന്ന് തോന്നും. 22-ാം വാക്യത്തിൽ നാം കാണുന്നത്, ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്തു തീർന്ന ശേഷം അവനെ വിട്ട് കയറിപ്പോയി. ദൈവം അബ്രഹാമിനോട് പറയുന്നത്, അബ്രഹാമേ, നീ അങ്ങ് വെറുതെ മിണ്ടാതിരുന്നാൽ മതി. ദൈവം ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു.
ഇത് നമുക്കൊരു പാഠമായിരിക്കട്ടെ. നിങ്ങളും ഞാനും കർത്താവിനോട് ആവശ്യം പോലെ പറഞ്ഞതിനാൽ ഇനിയും പ്രാർത്ഥന ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളെങ്കിലുമുണ്ട്. ദൈവം ഒരു മറുപടി നൽകിയിട്ടും പലപ്പോഴും ദൈവത്തെ നിർബന്ധിച്ച് എങ്ങനെയെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മറുപടിക്കായി കാത്തിരിക്കുന്നവരെ എനിക്കറിയാം. ദൈവം നൽകിയ മറുപടി ഇല്ല എന്നാണെങ്കിൽ അത് ഇല്ല എന്ന് തന്നെയാണ്. എന്നാൽ ഈ ഇല്ല, വേണ്ട എന്നുള്ള മറുപടികൾ പലപ്പോഴും നാം ആഗ്രഹിക്കുന്നില്ല എന്നതാണ് സത്യം. നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ ദൈവം ചെയ്തു തരണം എന്ന് വാശി പിടിച്ച് കുട്ടികളെപ്പോലെ പിന്നെയും പിന്നെയും കരഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ. അതുകൊണ്ട് എന്താണ് പ്രശ്നം? ആത്മീയ ജീവിതത്തിൽ ഒരു സന്തോഷവുമില്ല. ദൈവം അബ്രഹാമിനോട് പറയുന്നു, ഇതിപ്പോൾ ഇത്രയും മതി, ഈ കാര്യം എന്നോട് വീണ്ടും വീണ്ടും പറയേണ്ട ഒരു കാര്യവുമില്ല അബ്രഹാമേ. ഞാനത് അംഗീകരിച്ചിട്ടില്ല, അംഗീകരിക്കുവാൻ എനിക്കൊട്ട് പദ്ധതിയുമില്ല. കാരണം അതല്ല എൻ്റെ പദ്ധതി. ശാശ്വതമായി എൻ്റെ പദ്ധതി മനുഷ്യർ രക്ഷിക്കപ്പെടണം എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാൻ എൻ്റെ പുത്രനെ അയക്കുവാൻ പോവുകയാണ്. അതിനായി ഒരു വംശത്തെയാണ് ഞാൻ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ നീ കാണിച്ച തെറ്റ് ഞാൻ ഇനിയും അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കാൻ പോകുന്നില്ല. എന്നാൽ അബ്രഹാമിൻ്റെ മറ്റ് പ്രാർത്ഥനകൾ ദൈവം ചെയ്തു കൊടുക്കാൻ പോകുകയാണ്. ദൈവം തൻ്റെ ഉടമ്പടി ഇസഹാക്കിലൂടെയാകുന്നു നിവർത്തിക്കുവാൻ പോകുന്നത്. അത് അങ്ങനെ തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ്. അത് മാറ്റുവാൻ അബ്രഹാം ദൈവത്തിൻ്റെ കാല് പിടിക്കുവാൻ പോകേണ്ടതില്ല എന്ന് ചുരുക്കം. ദൈവം ഉത്തരം നൽകുവാൻ ആഗ്രഹിക്കാത്ത പല പ്രാർത്ഥനകളുമായി ഒരു വലിയ പങ്കാളുകൾ ദൈവത്തോട് യുദ്ധം ചെയ്യുകയാണ്. അവ സാധിച്ചെടുക്കുവാൻ സകല പ്രാർത്ഥനക്കാരുടെയും അരികിൽ അവർ കയറിയിറങ്ങി. ഇക്കൂട്ടരുടെ വിശ്വാസം തന്നെ ഇപ്പോൾ നശിക്കുകയാണ്. മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുവാൻ പറയുന്നതിൽ ഞാൻ വളരെ സൂക്ഷിക്കാറുണ്ട്. നാം പറയുന്ന വിഷയം ദൈവം കേൾക്കുമെന്നും മറുപടി നൽകുമെന്നും എനിക്കും ഒരു ഉറപ്പുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ദൈവഹിതത്തിനായി നാം അധികം പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറയാറുള്ളത്. 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം അബ്രഹാമിനോട് ചെയ്ത നിയമത്തിൻ്റെ അടയാളമാകുന്നു പരിച്ഛേദന എന്ന് പറയുന്നു. ചിലർ ചോദിക്കാറുണ്ട്, എങ്കിൽ പിന്നെ ഇസ്മായിലിനെ എന്തിന് അതിനകത്ത് ഉൾപ്പെടുത്തി എന്ന്. ഇസ്മായേലും ഒരു വലിയ ജാതിയാകുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തില്ലേ? അതുകൊണ്ട് അവനും അതിൽ ഉൾപ്പെട്ടു. എന്നാൽ അവൻ ദൈവം ഉപയോഗിക്കാൻ പോകുന്ന ജാതിയുടെ, അതായത് മശിഹ വന്നു പറക്കുവാൻ പോകുന്ന ജാതിയുടെ പിതാവാകയില്ല. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പുകൾ ശ്രദ്ധിക്കണേ. ഇത് തൻ്റെ മക്കളായ ഓരോരുത്തരെക്കുറിച്ചും വാസ്തവമാണ്. ഇനി 18-ാം അധ്യായം വളരെ ദീർഘിച്ച ഒരു അധ്യായമാണ്. ഈ 18-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനോട് സൊദോം ഗൊമോറയുടെ മേൽ വരുവാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് പറയുകയും ആ പട്ടണങ്ങൾക്ക് വേണ്ടി അബ്രഹാം ദൈവത്തോട് മധ്യസ്ഥത അണയ്ക്കുകയും ചെയ്യുന്നത് നാം കാണുന്നു. ദൈവത്തോടു കൂടെയുള്ള സംസർഗത്തിൽ മുൻപോട്ട് പോകുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു നല്ല ഉദാഹരണമായി ഈ അധ്യായത്തെ കണക്കാക്കാം. എന്നാൽ 19-ാം അധ്യായത്തിൽ നാം കാണുന്നത് തകർക്കപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ്. നിർഭാഗ്യവശാൽ ക്രിസ്തീയ ജീവിതത്തിലും ഇത് രണ്ടും കാണാൻ കഴിയുന്നുണ്ട്. അനുഗ്രഹീതമായ ജീവിതം നയിക്കുന്നവരും തകർക്കപ്പെട്ട അവസ്ഥയിൽ കഴിഞ്ഞുകൂടുന്നവരുമുണ്ട്. പൂർണ്ണമായും ദൈവത്തിൻ്റെ ഹിതത്തിന് വെളിയിൽ പോയി തങ്ങളുടെ ജീവിതത്തെ ആകെ നശിപ്പിച്ച തീരുമാനമെടുത്തവരുണ്ട്. അവരുടെ രക്ഷ നഷ്ടപ്പെട്ടെന്ന് പറയുവാൻ ഞാനാളല്ല. എന്നാൽ അവർ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയും ആത്മീയ സന്തോഷവും സമാധാനവും ഒക്കെ നഷ്ടപ്പെടുത്തി എന്ന് ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു. കാരണം അതിന് പല തെളിവുകളുമുണ്ട്. 18-ാം അധ്യായത്തിലേക്കൊന്ന് പ്രവേശിക്കാം. ഇവിടെ ദൈവം തൻ്റെ വാഗ്ദത്തം വീണ്ടും സ്ഥിരീകരിക്കുന്നത് നാം കാണുന്നു. 1-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വെയിൽ ഉറച്ചപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ വൃദ്ധനായ അബ്രഹാം മമ്രയുടെ തോപ്പിലാണ് പാർക്കുന്നത്. 2-ാം വാക്യത്തിൽ കാണുന്നു, അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു. അബ്രഹാമിൻ്റെ അതിഥി സൽക്കാരം ശ്രദ്ധിച്ചോ? മറ്റുള്ളവരെ എത്രമാത്രം കരുതുന്നവനായിരുന്നു അബ്രഹാം എന്നിവിടെ വ്യക്തമാണല്ലോ. 3-ഉം 4-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, യജമാനനെ എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ, അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ, വൃക്ഷത്തിൻ കീഴിൽ ഇരിപ്പീൻ.
ഇവിടെ പറഞ്ഞിരിക്കുന്നത് എബ്രായരുടെ ഒരു ആചാര മര്യാദയായിരുന്നു. അന്ത്യ അത്താഴത്തിൻ്റെ സമയത്ത് യേശു കർത്താവും ഈ സമ്പ്രദായം അനുവർത്തിക്കുന്നതായി നാം കാണുന്നുണ്ട്. ഇവിടെ അതിനൊരു മഹത്തായ ആത്മീയ അർത്ഥമുണ്ട്. ഇവിടെ അബ്രഹാം പറയുന്നു, നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ എന്ന്. ഇന്ന് ഈ സമ്പ്രദായം അതുപോലെ ഇല്ലെങ്കിലും പല സ്ഥലങ്ങളിലും ഇതിനോട് തുല്യമായ ആചാരങ്ങൾ കണ്ടുവരുന്നുണ്ട്. അബ്രഹാമിൻ്റെ അതിഥി സൽക്കാരം വേദപുസ്തകത്തിൻ്റെ താളുകളിൽ വളരെ വ്യക്തമാണ്. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് മുൻപോട്ട് പോകുവാൻ സമർപ്പിക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസൻ. എത്ര അനുഗ്രഹിക്കപ്പെട്ട മാതൃകകളാണ് ഈ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നത്. ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ മുറുകെ പിടിച്ച് അവൻ്റെ വഴികളിൽ മുൻപോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവത്തെ ശുശ്രൂഷിക്കുവാനുള്ള അവസരം യാദൃച്ഛികമായി ഉണ്ടാകുന്നതല്ല. അതിനുവേണ്ടിയുള്ള ഒരുക്കവും ആഗ്രഹവും എല്ലാം അതിൻ്റെ ഭാഗമാകുന്നു. ഭക്തൻ പറയുന്നത്, ഞാൻ യഹോവയ്ക്ക് വേണ്ടി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു എന്നാകുന്നു. തന്നെത്താൻ വെടിപ്പാക്കി വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗത്തിനായി ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കുവാനാണ് വിശുദ്ധ പൗലോസ് യൗവനക്കാരനായിരിക്കുന്ന തിമോത്തിയോസിനെ പ്രബോധിപ്പിക്കുന്നത്.